ഹായ്. അപ്പോൾ ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത്. നമ്മളൊരു ഫ്രണ്ട് എൻ്റെ വീഡിയോയിൽ മുന്നേ ഉണ്ടായിരുന്നു. മോൻ ഇന്ന് അബുദാബിയിൽ നിന്ന് ഖത്തറിലേക്ക് വരുന്നുണ്ട്. 2 ദിവസത്തെ ട്രിപ്പ്. ഒരു ചെറിയ ഓൻ കുറേ പറയുന്നത് ഇങ്ങനെ വരണമെന്നല്ല. അന്നേരം ഇന്ന് വരുന്നുണ്ട്. ഓൻ പ്രത്യേകം എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബമ്പ സ്വീകരണമാക്കണം, അങ്ങനെ ആക്കണം, വീഡിയോയിൽ സെറ്റാക്കണം എന്നെല്ലാം പറഞ്ഞിന്. അപ്പോൾ ഞാനിന്ന് എനിക്ക് പ്രത്യേക സ്വീകരണം തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ എനിക്ക് നല്ല അടിപൊളി ബൊക്കയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ബൊക്ക ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഇട്ടെടുക്കാൻ പോകുന്ന മാല. എടാ ബൊക്കയിൽ ഇതെല്ലാം പോകാം. നമ്മൾ ഇട്ടെടുക്കാൻ പോകുന്ന മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ തക്കാളി വെച്ചിട്ടാണ് നമ്മൾ മാല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ മാലയായിട്ട് അണിയിച്ചു കൊടുക്കാൻ പോകുന്നത്. ഫ്രഷ് ബൊക്ക എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ മുരിങ്ങക്കായും മുരിങ്ങ ഇലയും അതിൻ്റെ ഒപ്പം ഒരു ഫ്ലവറും. പോയപാട് മുരിങ്ങ തോരൻ വെച്ച് കൊടുക്കുകയും ചെയ്യും. പോയപാട് ഇത് മൊത്തം എടുത്തിട്ട് ഞാൻ എനിക്ക് കറി ഉണ്ടാക്കി കൊടുക്കും. ഇത് മൊത്തം വെച്ചിട്ട് ഞാൻ എനിക്ക് നാളെ കറി ഉണ്ടാക്കി കൊടുക്കും. അതാണ് പരിപാടി. എന്തായാലും നമ്മൾ പൈസ കൊടുത്തിട്ട് ഇത് പണിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഫ്ലവറിലെ കൊടുക്കുന്നത് തന്നെയാണ്. നാച്ചുറലായിക്കോട്ടെ. നാച്ചുറലായി നമ്മൾ നാച്ചുറലായിട്ട് ഈ സാധനം നമ്മൾ ഓനിക്ക് സ്വീകരിക്കാൻ കൊടുത്തു. ഏതായാലും ഓന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട്. നമ്മൾ ഏതായാലും ഉള്ളിലേക്ക് പോകുന്നു. ഓനെ സ്വീകരിക്കാൻ പോയെന്ന് എൻ്റെ കൂടെ ആശുപത്രി പോവാം. പോകാൻ പറ്റില്ല. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാൾ സ്വീകരിക്കുന്നവനാ. അത് ഓൻ പറഞ്ഞ് പ്രത്യേക സ്വീകരണം ആയിരിക്കണം എന്ന് നമ്മൾ പ്രത്യേക സ്വീകരണം കൊടുക്കുന്നത്. ഏതായാലും നോക്കാം. ഓന് ലഗേജൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വരും. എവിടെ ഇറങ്ങി വരാമെന്നറിയില്ല. അപ്പുറത്തെ സൈഡോ ഇപ്പുറത്തെ സൈഡോന്നറിയില്ല. 2 സൈഡുണ്ട്. അല്ല ആ ഗേറ്റ് 2 ഗേറ്റ് ഉണ്ട്. ഇരുട്ടി ചിലപ്പം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ആൾ കുറവാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ കുറേ ആളുണ്ടാണെന്ന് വിചാരിച്ചു. ഇന്ന് ആൾ വളരെ കുറവാണ്. എന്താ ചെയ്യുക, ഷംനാദ് ഇരുട്ട് വരും മിക്കവാറും. അപ്പോൾ നമ്മളിവിടെ ആസിഫുണ്ട്. ആസിഫും ഷംനാദും കൂടി 5 വർഷം കാറ്റായല്ലേ കാണാത്തത്. 5 വർഷമായി. അതെന്ന് പറഞ്ഞാൽ പ്രവാസികൾ അങ്ങനെയാണ്. കാരണം ചിലപ്പോൾ നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ മറ്റോ ഗൾഫിലായിരിക്കും, മറ്റോ നാട്ടിലുണ്ടാകുമ്പോൾ മറ്റോ ഗൾഫിലായിരിക്കും. അങ്ങനെയാണ്. ഇടുന്നാൽ മതി. വീട് കുറച്ച് മുന്നാലും പ്രശ്നമില്ല. ആളെടുക്കും തന്നെ കൊടുക്കാം. ആളില്ലാണ്ട് കൊടുക്കുമ്പോൾ രസമില്ല. അടുത്ത മതി. ഇടുന്നത് മതി. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യലാണ്. കുറേ ആൾക്കാർ പോയി വരുന്ന കാണുന്നില്ല. അപ്പം പുറത്തിറങ്ങിയായിരിക്കും അവിടെ ഉള്ളിലല്ലേ. നമ്മളിതെല്ലാം ഉണങ്ങിപ്പോയി. മാല അത്ര ഇതുപോലെ മാല പാണ്ഡ്യൻ ലോറി കെട്ടുന്ന ഇതേപോലെ ആക്കി. ഒരു പച്ചമുളകും ഒരു തക്കാളി, ഒരു പച്ചമുളകും ഒരു തക്കാളി. കണ്ടാ പാണ്ഡ്യൻ ലോറിക്ക് നമ്മൾ മറ്റേ ഇത് കെട്ടലില്ലേ, നാരങ്ങ കെട്ടുന്ന മാതിരി. മുരിങ്ങയ്ക്ക് ഇങ്ങനെ കുറച്ച് നീളം വേണേ. മുരിങ്ങയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഇതും കൂടി ഉണ്ട് കേട്ടോ. മറ്റേ പനേൻ്റെ ചപ്പ് അല്ല, ഇതിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ ചപ്പ് ഇതുണ്ടാ. അത് കളയറേ. നാളെ രാവിലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടോ? വാ അയലോ കുടിക്കുക. ഇതല്ലേ എന്തല്ലാന്ന് എത്ര ടൈമാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതൊന്നും അത് ഫുള്ള് കുറേ ലഗേജ് ഉണ്ടല്ലോ. പിടിക്കുന്ന അത് നീ തന്നെ പിടിക്കേണ്ടത്. അത് ശരിക്കും വിടണോ? അത് ശരിക്കും ഇട്ടിട്ടാ വരേണ്ടത്. അതല്ല അതന്നെ അത് കെട്ടതല്ല. ഇവൻ വന്നിട്ട് എനിക്ക് നാളെ രാവിലത്തെ കറിയാണ് കളിയാറ്. കെട്ട തക്കാളിയല്ല. അതെന്ന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടേ ഇവനെന്നാ പണിയെടുത്തിട്ട് തക്കാളി ഇട്ടിട്ട് വന്നിട്ട് കെട്ടി പിടിച്ച് കലെല്ലാം കട്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണം. മുളകെല്ലാം ഉണ്ട്. ഇതിനെപ്പടെ ഇനി ഇതിടേ വേണ്ടു. ആയിക്കോട്ടെ ഇവിടെ നടക്കേ. വെൽക്കം ടു ഖത്തർ. താങ്ക് യു.
ഞാൻ പറഞ്ഞില്ല ചെക്ക് ചെയ്യുമെന്ന് ഇവനെ ആടത്തെ കറങ്ങി കളിച്ചാല് ആ ഓനെ ലാസ്റ്റ് ചെക്ക് ചെയ്യിപ്പിച്ചോല്. എന്തിനു ചെക്ക് ചെയ്ത്? ബാവാ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതിലോട്ട് തന്നെ പോട്ടെ. ഇതെന്നാണ് കണിക്കൊന്നയാ, കണിക്കൊന്ന പോലെ ഉണ്ടല്ലോ, നല്ല അടിപൊളി ശരിയല്ല. നമ്മൾ വെറുതെ പൈസ ചെലവാക്കിയിട്ട് ഇപ്പൊ ഇതൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കരുത്. ഇതാവുമ്പോ നാളെ കറിയും ഉണ്ടാക്കാം. ഫുഡ് കഴിച്ചാ? വിശക്കുന്നുണ്ടാ? ആ എന്നാ വാ നമ്മൾ നേരെ ഹോട്ടലിലേക്ക്. അപ്പം നമ്മളങ്ങനെ ആരും ഫുഡ് കഴിച്ചില്ല. അങ്ങനെ ഷംനാദിന് ഖത്തറിന് ആദ്യമായിട്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ചൊന്നൊരു ടീ ടെൻറ്റിൽ വന്നിട്ട് നോക്കാം. ആടെ എല്ലാം അടച്ചു പോകാനാ, എനിക്ക് കിട്ടുന്നത് ലാസ്റ്റത്തെ ഉണ്ടാവും. വാ പോയി നോക്കാം. ആ എന്നാൽ പോയി നോക്കാം. അപ്പോൾ ടീ ടെൻറ്റ് നല്ല തിരക്കുള്ളൊരു ഹോട്ടലാണ്, പക്ഷേ ഇപ്പോൾ തിരക്കില്ല, എല്ലാവരും പോയി. സമയം എത്ര മണി? സമയത്ത് ശരിക്കും സമയത്ത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ഫ്രൈയും ബീഫ് വരട്ടിയതും അല്ലേ? ബീഫ് ഫ്രൈയും ബീഫ് വരട്ടിയതല്ലേ ഓർഡർ ചെയ്തതിന്? ഏതാ ബീഫ് ഫ്രൈ? ഇത് ഫ്രൈ, ഇത് വരട്ടിയത്, രണ്ടും ഒരേപോലത്തെ ആണല്ലോ. ഓൻ എസ്പത്രി, നമ്മൾ രണ്ടാളും പൊറോട്ട കഴിക്കട്ടെ വിശക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ റൂമിൻ്റെ അടുത്തെത്തി. നമ്മളെ പൂച്ചയുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ അത് നമ്മളെ പൂച്ചയാണ്. നമ്മൾ ഇതോടത്ത് മാല എടുത്തു. മാല അല്ല, മെയിനായിട്ട് കറിയിലിടേണ്ട സാധനമാണ് മാല. പച്ചക്കറിയും പച്ചമുളകും മാലയും കളയരുത്. ഇത് കറിയിൽ നാളെ ഇടേണ്ടതാണ്. ഇത് വേറെ ഒന്നും പച്ചമുളകില്ല, വേറെ ഒറ്റ പച്ചമുളകില്ല. മാന്തിക്കോ. അപ്പോൾ നമ്മൾ പെട്ടി വിളിക്കുന്നത് അവൻ എന്തെല്ലോ കൊണ്ടുവന്നിരുന്ന പറഞ്ഞത് സ്പെഷ്യലായിട്ട്. ദുബൈയിലെ സ്പെഷ്യൽ എന്താ നോക്കാലോ. ഒന്നും ഉണ്ടാവില്ല, ലാസ്റ്റ് എല്ലാം കൂടി നമ്മളെയും പറ്റിക്കല. നമ്മൾ തന്നെ സ്വീകരിക്കാൻ വേണ്ടി പച്ചക്കറി കൊണ്ട് പോയിട്ട് 25 കിലോ ഉണ്ടായില്ല കേജ്, എന്നിട്ട് ട്രോളി കൊടുത്തിട്ട് വന്നു. ഓ അതിനെന്താ സാധനം? ഇത് മാത്രമേ പോകുമ്പോ എനിക്ക് കൊടുക്കണ്ടു കേട്ടാ. തിരിച്ചു പോകുമ്പോ ഇത് മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. ഇത് കൊടുത്തിട്ട് അതാ വെറൈറ്റി. ഉള്ളിയാ? ഉള്ളിയല്ല, അത് ലിച്ചി. ഇതൊന്നും ഉള്ളിയ പോലെ സാധനം. ഇതൊന്നും എനിക്ക് പറയാൻ പറ്റുമോ? ഇതെന്താ മാങ്ങ? ഇത് മാങ്ങയാണ്. തായ്ലൻഡിന്റെ മറിയംപ്ലം എന്ന് പറയുന്നത്. മറിയംപ്ലം മാങ്ങന്റെ ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റാ. പക്ഷെ മാങ്ങ പോലെ ഉണ്ടല്ലേ, ചെറിയ കൊക്കോ മാങ്ങ പോലെ ഉണ്ട്. പക്ഷെ മാങ്ങന്റെ ഒരു ടേസ്റ്റ്. ഇത് നമ്മളെ ലിച്ചി അല്ലേ? ഇത് ഇതില് രണ്ടായിട്ടുണ്ട്. ഇത് കൊളംബിയ, കൊളംബിയന്റെ മാങ്ങ ഭയങ്കരമായിട്ട്. ഇത് വേറെ മാങ്ങിയല്ല, പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് അത് ഇന്ത്യൻ്റെ സ്വീറ്റ് ആണ്. ഇതുണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല. ഓ ഷുഗർ പഞ്ചസാര നമ്മൾ ഉണ്ടായിരുന്നു. ഇത് മറ്റേ സാധനോടാ, ഒരു പീസിന് 7 താമസത്തിന്. ഇത് മറ്റേ സാധനം തീന് അത്തിപ്പയം. ഇത്ര വലുതാ? ഫ്രഷ്. അതെയാ, എന്നാ പയ്യെ കഴിക്കാൻ നാളാ. എന്നേരം പോകുമ്പോ ഞാൻ ഇത് മാത്രമേ ഇന്നെ കൊണ്ടുവിടും. ഇത് മാത്രം അത് പോകുമ്പോ ഇടുക അവന്. എല്ലാം നമ്മൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ സമയം നല്ല ലേറ്റായി, ഞാൻ ഉറങ്ങാൻ പോക്കാണ്. ഏതായാലും നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.